അതെ, ഞാനിപ്പോൾ വന്നേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടാട്ടോ. എന്താ പ്രധാനപ്പെട്ട സംഭവം എന്ന് ചോദിക്കുവാണെങ്കിൽ വേറൊന്നുമല്ല. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ് എൻ്റെ ലോകം എന്നാലോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് എൻ്റെ പേരറിയത്തില്ല. ഇതാണ് എൻ്റെ ലോകം, ഇതാണ് എൻ്റെ ലോകം എന്ന് എൻ്റെ ചാനലേ അറിയത്തുള്ളൂ. അപ്പം മിക്കവർക്കും തന്നെ എൻ്റെ പേരറിയത്തില്ല. അപ്പം ഞാനിപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് മീനു. ഞാൻ ഓൾറെഡി ചില വീഡിയോസിലൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് മീനുമാണ്, ഞാൻ തൃശ്ശൂരുകാരിയാണ്, എനിക്ക് 2 പിള്ളേരുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ചിലരെന്നോട് ചോദിക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2-3 ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതാണ് എൻ്റെ ലോകം അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ലോകം. അപ്പോൾ ആർക്കും എൻ്റെ പേരറിയത്തില്ല. ഇതാണ് എൻ്റെ ലോകം ചാനൽ ഞങ്ങൾ കാണുന്നുണ്ട്, നല്ലതാട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇത് സത്യം പറയാലോ, എനിക്ക് കുറച്ച് ഒരു അവരെങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ചമ്മലല്ല, ഒരു കാണുന്നുണ്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എൻ്റെ ചാനൽ വീഡിയോ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, വീഡിയോ കാണുന്നത് ഇഷ്ടമാണ്, ഫുൾ ഓപ്പൺ ആണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കാരണം ഫുൾ ഓപ്പൺ ആണോന്നും എനിക്കറിയത്തില്ല, അത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ അത് കാരണം ഞാൻ പറയുവാണ്, അറിയത്തില്ലാത്തവർക്ക് ഞാൻ ഒന്നോടെ പറയുവാണ്, എൻ്റെ പേര് മീനു. ഓക്കെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട് തൊടുപുഴ, എന്നെ കെട്ടിക്കൊണ്ടുപോയതാണ് തൃശ്ശൂർ, അതിന് ഞാൻ ഇടയ്ക്ക് തൃശ്ശൂർക്കാരിന്ന് വിലക്കും. അപ്പം മീനു. അപ്പം ആരെങ്കിലും ഇനി ചോദിക്കുവാണെങ്കിൽ എന്നെ അറിയുന്നവരാണല്ലോ. പിന്നെ എൻ്റെ എൻ്റെ മെസ്സേജ് ഓൾമോസ്റ്റ് കമൻറ്റ് തന്നെ കുറേ വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പേരറിയത്തില്ല. ഇതാണ് എൻ്റെ ലോകം എന്ന് ഞാനൊരു വെറൈറ്റി പേരിട്ടു. എല്ലാവരും ഇങ്ങനെ പേരിടുമ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ലോകം എന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലോകം ചാനൽ, അത് മീനു മോക്കടം മാത്രം കേട്ടോ. അപ്പം എല്ലാവരും ഇനി പരിചയപ്പെടുവാണെങ്കിൽ എന്നോട് മീനു അല്ലേന്ന് ചോദിക്കുവാൻ ഞാൻ മീനുവാണ്. ഓക്കെ കേട്ടോ. അപ്പം എന്നെ ഇത്രയും സഹിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതിന് താങ്ക് യു.